നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രൂസലോസിസ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് ബ്രൂസലോസിസ്? കന്നുകാലികൾ, പന്നികൾ, ആടുകൾ, നായ്ക്കൾ തുടങ്ങിയ മൃഗങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. എന്നാൽ മനുഷ്യരിലേക്ക് പകരാൻ ഏറെ സാധ്യതയുള്ള ഒരു അസുഖം കൂടിയാണിത്. രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം, അതുപോലെ തന്നെ അവയുടെ പച്ചപ്പാൽ, പശുക്കളുടെ പച്ചപ്പാൽ ഉപയോഗം, അതുപോലെ മലിനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അബോർഷൻ സംഭവിച്ച കുഞ്ഞിനെ കൈകാര്യം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ മറുപിള്ള കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഗർഭാശയത്തിലുള്ള മറ്റ് സ്രവങ്ങൾ ആയിട്ട് സമ്പർക്കം വരുമ്പോൾ, ഇങ്ങനെ പല വഴികളിലൂടെ ഈ ബ്രൂസെല്ല എന്ന് പറയുന്ന അസുഖം മനുഷ്യരിലേക്ക് എത്തിപ്പെടുന്നു. അതുപോലെ തന്നെ വായുവിലൂടെയുള്ള പകരലും വിരളമാണ്. എങ്കിലും നമുക്ക് അതിൻ്റെയും ചാൻസസ് നിഷേധിക്കാൻ പറ്റില്ല. കേരളത്തിലെ പല ജില്ലകളിലെയും ഡോക്ടർമാർക്കും അതുപോലെ തന്നെ കർഷകർക്കും ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ബ്രൂസെല്ല അബോർട്ടസ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഈ കന്നുകാലികളിൽ ഈ ബ്രൂസെല്ലോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. ഈ ബ്രൂസെല്ല അബോർട്ടസിന് ഗ്രാവിഡ് ആയിട്ടുള്ള യൂട്രസ് അഥവാ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള യൂട്രസ്, അതുപോലെ തന്നെ അകിട്, വൃഷണം, ലിംഫ് ഗ്രന്ഥികൾ, ജോയിൻറ്റുകൾ തുടങ്ങിയവയെ ആക്രമിക്കാനുള്ള കഴിവുണ്ട്. ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞ് എറിത്രിട്ടോൾ എന്ന് പറയുന്ന കണ്ടൻറ്റ് കുഞ്ഞിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ബ്രൂസെല്ല അബോർട്ടസ് എന്ന് പറയുന്ന ബാക്ടീരിയ പെട്ടെന്ന് അവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഗർഭാശയത്തിൽ നിന്ന് ഡിസ്ചാർജസിൽ ഈ ബ്രൂസെല്ല അബോർട്ടസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. ഇനി പ്രഗ്നൻ്റ് അല്ല, നോൺ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആനിമൽസ് ആണെങ്കിൽ ഇവരൊരു കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു. അവർക്ക് ചിലപ്പം പ്രത്യേകിച്ച് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും കാണിക്കണമെന്നില്ല, ചിലപ്പം കാണിക്കാം. ആ സമയത്ത് ഇവർ കാരിയറായിട്ട് ആക്ട് ചെയ്തിട്ട് മറ്റു മൃഗങ്ങളിലേക്ക് ഈ അസുഖം, ഈ രോഗാണുവിനെ മറ്റു മൃഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇവർ കാരണക്കാരാവുന്നുണ്ട്. അതുപോലെ തന്നെ രോഗാണുബാധിതരായിട്ടുള്ള അമ്മയിൽ നിന്നും പച്ചപ്പാൽ കുടിക്കുന്നതിലൂടെ കുഞ്ഞിലേക്കും ഈ അസുഖം പെട്ടെന്ന് പകരാം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭം അലസിപ്പോകൽ, 5 മുതൽ 6 മാസങ്ങൾക്ക് ശേഷമുള്ള ഗർഭം അലസൽ തന്നെയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണം. 4 തവണയൊക്കെ ഗർഭം അലസിപ്പോയാൽ അതിനുശേഷം ചിലപ്പോൾ കുഞ്ഞുണ്ടാകാം, പക്ഷേ ആ കുഞ്ഞ് അസുഖത്തിന് അടിമപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷമുള്ള മറുപിള്ള പോവാതിരിക്കൽ, അതുപോലെ തന്നെ ചിലപ്പോൾ സന്ധികളിലൊക്കെ നീർക്കെട്ടൊക്കെ നീര് കാലുവേദനയൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. ഇനി ഇത്തരം അസുഖങ്ങൾ അല്ലെങ്കിൽ ഈ ബ്രൂസെല്ലോസിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ നമ്മുടെ കന്നുകാലികളെ ബാധിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാം? അതായത് ഒരു പശുക്കിടാവ് 4 മുതൽ 8 മാസം വരെ പ്രായമാകുമ്പോൾ അതിന് പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കും. അതുപോലെ തന്നെ 5 അല്ലെങ്കിൽ 6 മാസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന അബോർഷനെല്ലാം ബ്രൂസെല്ലോസിസ് ആണോ എന്ന് സംശയിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അബോർഷൻ സംഭവിച്ച കുഞ്ഞ്, മറുപിള്ള, മറ്റ് ഗർഭാശയ അവശിഷ്ടങ്ങളൊക്കെ നല്ല രീതിയിൽ കുഴിയെടുത്ത് സംസ്കരിച്ച് അണുവിമുക്തമാക്കേണ്ടതാണ്. ഗർഭാലസ്യ കണ്ടൻറ്റ്, അതുപോലെ തന്നെ ഡിസ്ചാർജസ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരു കയ്യുറ അല്ലെങ്കിൽ ഒരു ഗ്ലൗ നിർബന്ധമായിട്ടും ഒരു മാസ്കൊക്കെ ധരിച്ചതിന് ശേഷം വ്യക്തിഗത ശുചിത്വം പാലിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. മനുഷ്യരിലേക്ക് പകരാൻ ഏറെ സാധ്യതയുള്ള അസുഖമാണെന്ന് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗർഭാലസ്യം സംഭവിച്ച പശുവിനെ 20 ദിവസമെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് താമസിപ്പിക്കുക. കാരണം കുറച്ച് നാൾ എന്തായാലും ഡിസ്ചാർജസ് ഒക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഡിസ്ചാർജസിലൊക്കെ എന്തായാലും ബ്രൂസെല്ല അബോർട്ടസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രസവം നടന്ന തൊഴുത്തും ഒക്കെ ഒരു 10-15 ദിവസം വരെ ബ്ലീച്ചിങ് പൗഡർ ലൈൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുവിധം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഈ അസുഖം നമ്മളിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും പകരുന്നത് നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ പശുക്കളിൽ നിന്നുള്ള പച്ചപ്പാൽ കുടിക്കാതിരിക്കുക. നന്നായിട്ട് ബോയിൽ ചെയ്ത അല്ലെങ്കിൽ തിളപ്പിച്ച പാസ്ചറൈസ് ചെയ്ത മിൽക്ക് പാല് മാത്രം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റു മൃഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ആടുകളിലും പന്നികളിലും നായ്ക്കളിലും ഒക്കെ ഈ ബ്രൂസെല്ല എന്ന് പറയുന്ന അസുഖം, ബ്രൂസെല്ല എന്ന് പറയുന്ന ബാക്ടീരിയ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അബോർഷൻ, ഗർഭം അലസൽ തന്നെയാണ് പ്രധാന രോഗലക്ഷണം. അതുപോലെ തന്നെ ബ്രൗൺ കളറുള്ള നായ്ക്കളിലൊക്കെ ബ്രൗൺ കളറിൽ ഡിസ്ചാർജ് വരും. അത് ആണ് മെയിൻ ആയിട്ടുള്ള സിംറ്റം കാണിക്കുന്നത്. ഇവയിൽ നിന്നൊക്കെ മനുഷ്യരിലേക്ക് പകരാനുള്ള ചാൻസസ് ഏറെയാണ്.